നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 7ാം നാളിലും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. അനുനയ നീക്കത്തിന് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹി ചർച്ചയ്ക്ക് ശേഷം വി.ഡി. സതീശനും കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും നാട്ടിലെത്തി. ചർച്ച നീണ്ടതിൽ ജനമനസ്സിൽ അതൃപ്തിയുണ്ട് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സംതൃപ്തി നന്നായിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ ചർച്ചയും തീരുമാനവുമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. നേരത്തെ ഉണ്ടാവും ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. ഇന്നലത്തെ ചർച്ചയിൽ ഒറ്റ പേരിലേക്ക് എത്താനായോ? അല്ല, ഞങ്ങൾ അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാണ് പറയേണ്ടത്. അവരാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഖാർഗെജിയും രാഹുൽജിയാണ്. എന്താണ് ഇത്രയും വലിയൊരു തർക്കം? ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടതല്ലേ? ഇനി എന്തെങ്കിലും മാനദണ്ഡം പരിഗണിക്കപ്പെടുന്നു? മാനദണ്ഡമൊക്കെ അവരുടെ മുമ്പിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പരിഗണിക്കും. ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടകകക്ഷികളായിട്ട് അതൊക്കെ അവരെ തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഇന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. പുതുതലമുറ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി. 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പഴയൊരു സെറ്റ് മുഴുവൻ മാറുകയല്ലേ. കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി ആന്റണിയുടെ കാലത്തൊന്നും തർക്കങ്ങളില്ലാതെ അന്ന് അവർക്ക് അന്നത്തെ ലീഡർഷിപ്പാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് മുതിർന്ന നേതാക്കളായ എ.കെ. ആന്റണി, വി.എം. സുധീരൻ, കെ മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം നേതൃത്വം തേടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രതിനിധികൾ വിനീത വിജിയൊപ്പം ആർ ശ്രീജിത്ത് തത്സമയം വിവരങ്ങളുമായി. വിനീത, ഇതെപ്പോഴാണ് തീരുമാനം? ആദ്യം ഞായറാഴ്ച അറിയാം എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ ഇന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. കെ.പി.സി.സി. അധ്യക്ഷൻ അതിൽ കൃത്യമായൊരു മറുപടി പറയുന്നുമില്ല. എന്താണ് ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ? ഇനിയും മുതിർന്ന നേതാക്കളുമായി അടുത്ത കൂടിക്കാഴ്ച അതാണോ? അനുജ, ഇനിയൊരു കൂടിക്കാഴ്ചയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നുന്നില്ല. ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ നമുക്കത് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം. കാരണം രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലാണുള്ളത്. മല്ലികാർജ്ജുൻ ഖർഗെ മറ്റ് ചില അടിയന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ബംഗളൂരിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 നേതാക്കളും നിലവിൽ ഡൽഹിയിലില്ല. ഇവർ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഇനി ഈ കാര്യത്തിലൊരു അന്തിമ ഘട്ടത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുന്നത്. ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തേടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ നാളെയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലും ഈ 3-ൽ മുഖ്യനാര് എന്ന തരത്തിലേക്ക് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഇതിനോടകം തന്നെ നേതാക്കൾ 3 പേരും അവരുടെ ഭാഗങ്ങൾ വളരെ കൃത്യമായി തന്നെ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് വിഷയമാണ്, ഏത് മാനദണ്ഡമാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുക എന്നതിലടക്കമുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായം ഹൈക്കമാൻഡ് തേടിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അത് മുരളീധരന്റെയും ഒപ്പം തന്നെ വി.എം. സുധീരന്റെയും എ.കെ. ആന്റണിയുടെയും അടക്കമുള്ള അഭിപ്രായം കൂടി തേടി ഘടകകക്ഷികളുടെ കൂടി ഒരു അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുന്നത്. ഞാൻ ഇപ്പോഴും ഉള്ളത് കേരള ഹൗസിൽ തന്നെയാണ്. ഇന്ന് ഇപ്പോൾ നിലവിൽ ഇവിടെ രമേശ് ചെന്നിത്തല മാത്രമാണ് തുടരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. അദ്ദേഹം ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് നേതാക്കളൊക്കെ തന്നെ ചർച്ച പൂർത്തിയായതിന് പിന്നാലെ തിരിച്ചവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇനി അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ആ ഒരു പന്ത് അത് എത്തി നിൽക്കുന്നത് ഹൈക്കമാൻഡിന് മുന്നിലാണ്. ഇനി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നേതാക്കൾക്കടക്കം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ഭാഗം വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും അവസാന നിമിഷവും 3 പേരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പൊതുവികാരം കണക്കിലെടുക്കണമെന്നാണ്
വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ഒരു പിന്തുണ പരിഗണിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കം. അത് തന്നെ ഇത്തവണയും മുന്നോട്ട് വെക്കണമെന്നൊരു ആവശ്യമാണ് KC വേണുഗോപാലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പേർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ വിശദമായി തന്നെ പരിശോധിക്കും. ഏറ്റവും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടാവും ഒരു അവസാനഘട്ട പ്രഖ്യാപനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുക. ഏതാണെങ്കിലും നാളെ ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു റിലീസോ ഒക്കെ ആയിട്ട് ആ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതാണ്, നാളെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കതൊന്നും ഉറപ്പിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് വിനീത വിജയ് അറിയിക്കുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരത്തുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ 3 പേർ റേസിലുള്ളപ്പോൾ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. മറ്റ് 2 പേരും എല്ലാവരും അവരവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. അത് പരിഗണിക്കണം, ഇത് പരിഗണിക്കണം, ആ രീതിയിൽ. അപ്പോൾ എങ്ങനെയാകും ഇതിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചത് വലിയ വെല്ലുവിളിയാണ്. ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റ് 2 നേതാക്കളെ ഏത് തരത്തിലേക്ക് അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ്? ഒരു പാക്കേജ് എന്ന രീതിയിലേക്കൊക്കെ ഉണ്ടാകുമോ ശ്രീജിത്ത്? അനുജ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി സ്ഥാനം ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റു 2 നേതാക്കളെയും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഒഴിവാക്കപ്പെടുന്ന നേതാക്കളെ സമാശ്വസിപ്പിക്കാനായി എന്ത് പരിഹാരങ്ങൾ നൽകാൻ കഴിയുമെന്ന കാര്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൗരവമായി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ ഒരു പാക്കേജ് കൂടി പ്രഖ്യാപിക്കും. അത് തഴയപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനും അനുനയിപ്പിക്കാനും വേണ്ടിയാണ്. മന്ത്രിസഭയിൽ അംഗങ്ങളാവുന്നവർക്ക് പ്രധാന വകുപ്പുകൾ, പ്രത്യേകിച്ചും ആഭ്യന്തരം, ധനം പോലുള്ള സുപ്രധാന വകുപ്പുകൾ കൂടി നൽകി ക്യാബിനറ്റിൽ നല്ല പരിഗണന നൽകുന്നു എന്നതായിരിക്കും ഒരു പാക്കേജ്. മറ്റൊന്ന് സംഘടനാ തലത്തിലുള്ള പരിഗണനയാണ്. കോൺഗ്രസിൻ്റെ നേതൃസമിതികളിൽ കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ പദവികൾ നൽകാനുള്ള സാധ്യതയും കാണുന്നു. ഇതിനപ്പുറത്തേക്ക് കടന്നുള്ള ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ഒരു പാക്കേജിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമില്ല. എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കളായി വരുന്ന ആളുകൾക്ക് മറ്റ് നേതാക്കളുടെ മന്ത്രിസഭയിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി അവർ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോ സ്വീകരിക്കുന്ന അടക്കമുള്ള സമാശ്വാസ നടപടികൾ കൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്ന പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം നേതാക്കളെ ഇന്നലെയുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ച സാഹചര്യത്തിൽ അവർ ഇതിനെല്ലാം വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പാക്കേജ് അത് ഏത് രൂപത്തിലാണ് വരുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണ രൂപമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോട് കൂടിയോ തീരുമാനം വരും എന്നതിനെപ്പറ്റി മാത്രമാണ് നേതാക്കൾക്ക് സൂചനകളുള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ AK ആന്റണി, VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായമൊക്കെ ഇനി നേതൃത്വം തേടാനിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് കൂടി ഏത് തരത്തിലാകും ആ പാക്കേജ് എന്നുള്ളതിലൊക്കെ ആകുമോ ഒരുപക്ഷെ അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തേടുക? അനുജ, മുതിർന്ന നേതാക്കളുമായി ഒരു അഭിപ്രായം അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്നൊരു ധാരണയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പ്രവർത്തക സമിതി അംഗമായ AK ആന്റണി, KPCCയുടെ മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, K സുധാകരൻ, K മുരളീധരൻ തുടങ്ങിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടിയേക്കുമെന്ന് സൂചനയുണ്ട്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അവരെ അറിയിക്കുകയാണോ, മറിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇവരെ കേൾക്കുകയാണോ, ഇവരുടെ അഭിപ്രായം ആരായുകയാണോ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാനുള്ള തങ്ങളുടെ അധികാരം മറ്റാർക്കെങ്കിലും കൈമാറാനുള്ള അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇത് അനുസരിച്ച് എടുക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഈ കാര്യത്തിൽ നേതാക്കന്മാരുടെ അഭിപ്രായം തേടുകയാണെങ്കിൽ, തീരുമാനത്തിന് മുമ്പ് തേടുകയാണെങ്കിൽ AK ആന്റണിക്കും K മുരളീധരനും ഒപ്പം തന്നെ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ VD സതീശനെ പിന്തുണയ്ക്കുന്നവരാണ്. അതിൽ K സുധാകരൻ മാത്രമാണ് KC വേണുഗോപാലിന് പിന്തുണയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ അഭിപ്രായങ്ങൾ കൂടി പൊതുവികാരത്തിനൊപ്പം പരിഗണിക്കപ്പെടുമോ എന്നും കൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ഈ നേതാക്കളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ മുതിർന്ന നേതാക്കളെ കൂടെ അഭിപ്രായം ആരായതിനൊപ്പം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി കൂടി ഒരിക്കൽ കൂടി സംസാരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വരുന്നത്. അതാണ്, പ്രഖ്യാപനം നീളുകയാണ്. നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഒരു ഉറപ്പുമില്ല എന്നാണ് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. 3 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ മറ്റ് 2 പേരെ ഏത് തരത്തിലേക്ക് അനുനയിപ്പിക്കാൻ കഴിയും എന്നതിലൊരു പാക്കേജ് പരിശോധിക്കുന്നുണ്ട് എന്നതാണ് ശ്രീജിത്ത് അറിയിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ VM സുധീരൻ, AK ആന്റണി ഉൾപ്പെടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ KPCC അധ്യക്ഷന്മാരൊക്കെ ആയുള്ള ആശയവിനിമയം അതിനുള്ള സാധ്യതയുണ്ട്.
ഒപ്പം തന്നെ എന്താണ് അവർക്ക് അറിയിക്കാൻ പോകുന്നത് എന്നത് പ്രധാനമാകും. ഘടകകക്ഷികളുമായി ഒരിക്കൽ കൂടി ആശയവിനിമയം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം കൈക്കൊള്ളും. ആ തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇനി വരാനുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.